ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്നത്തെ വീഡിയോക്ക് ഒരുപാടെന്ന് വെച്ചാൽ എന്തോരം ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളുടെ സന്തോഷത്തെക്കാൾ ഉപരി നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന എല്ലാ സപ്പോർട്ടിനും ഉള്ള ഒരു പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ശരി, ഞങ്ങളുടെ സന്തോഷം അത്രയും വലുതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, നോക്കൂ അങ്ങനെ ആദ്യം തന്നെ നിങ്ങളോട് ഞങ്ങൾ സോറി പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി പറയാന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് പേയ്മെന്റ് കിട്ടുന്നത്. ആദ്യത്തെ തവണ പേയ്മെന്റ് നമ്മൾ ചെയ്തില്ല എന്ന് വെച്ചാല് ചെയ്യാൻ പറ്റിയില്ല, നടന്നില്ല, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതിന് നിങ്ങളോട് എല്ലാരോടും സോറി പറയുകയാണ്. പിന്നെ ഇത്തവണ ഞങ്ങള് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങളത് വീഡിയോ ചെയ്യണമെന്ന് ഓർത്തു. എല്ലാവർക്കും അത് എന്താ പറയാ, ഒരുപാട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും എല്ലാം കൊണ്ടുമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ രണ്ടാമത്തെ തവണ പേയ്മെന്റ് കിട്ടിയത്. അപ്പൊ അതിന് എല്ലാവർക്കും ഒരുപാട് ബിഗ് താങ്ക്സ് പറയുകയാണ്. അപ്പൊ ഇനിയും തുടർന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവണം. അതെ, നിങ്ങൾ തന്ന ഓരോ സ്നേഹമാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്, കണ്ടോ. അപ്പോ എന്താ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം, എന്താണ്. അപ്പൊ പിള്ളേരെല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെയാണ് ഞങ്ങള് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് പള്ളിയിലത്തേക്ക് കഴിഞ്ഞ് വന്നു, കഴിഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇത് പൈസ കൈ കിട്ടുമ്പോഴേക്കും കാണിക്കണമെന്നും പറയണമെന്നുണ്ടായിരുന്നു. ഇത് നന്ദിയെങ്കിലും പറയണമല്ലോ. അല്ലെങ്കിലും എന്നുവെച്ചാല് ഞങ്ങള് ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ട് 5 വർഷമായി അല്ലെ. 2021 ഞങ്ങൾ തുടങ്ങിയതാ. അതായത് കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് കൊറോണ ടൈമിൽ ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ആരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കാര്യമായിട്ട് സപ്പോർട്ടിംഗ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴും സപ്പോർട്ടില്ല. ഞങ്ങള് വീട്ടുകാർ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ സപ്പോർട്ട് ആരും നമ്മുടെ വീഡിയോ കാണാറുമില്ല. തന്നെ നിങ്ങളുടെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കയറുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ആൾക്കാരോട്, ഞങ്ങളുടെ ബന്ധുക്കാരോട്, സ്വന്തക്കാരോടും പറഞ്ഞ് ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. വെച്ചാല് ഞങ്ങളത് ചാനൽ തുടങ്ങി എല്ലാവരോടും ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു രക്ഷയില്ല. കൊടുത്ത് ഒന്ന് അതിലൊന്ന് ഷെയർ ചെയ്തിട്ട് പോലും അവർക്ക് നോക്കാനുള്ള നേരം പോലും ഇല്ല. ശരിക്കും പറഞ്ഞാ അവര് ഫ്രണ്ട്സ് ആരും കണ്ടിട്ടില്ല, ബന്ധുക്കാരില്ല, പോലും ഞങ്ങളുടെ കാണാറില്ല. സത്യം അതെ, നിങ്ങളാണ് ഞങ്ങളെ ഇത്രത്തോളം വെച്ചാല് ഞങ്ങൾ ആദ്യം തുടങ്ങി 1-2 വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഫാമിലി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടൊക്കെ ഞങ്ങൾ തുടങ്ങിയത്. പിള്ളേരുടെ ഒക്കെ ആണെങ്കിൽ പഠിക്കുന്ന വീഡിയോ ഒക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ഇട്ടു തുടങ്ങി. അപ്പൊ അതുമല്ല ഇതിൽ എന്താ കണ്ടന്റ് വേണ്ടത് ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല, ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ തുടങ്ങി. ടീനക്കും പേടിയായിരുന്നു, എനിക്കും പേടിയായിരുന്നു. ഞങ്ങൾ അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ തന്നെ പറയും, അതെന്താ അങ്ങനെ ശരിയായിട്ടില്ല, എല്ലായിടത്തും ഭയങ്കര എന്താ പറയാ, സംസാരം പോരാ, കൊള്ളൂല്ല, ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയണത്. പക്ഷെ മൊത്തം പോരാന്നല്ല, മൊത്തം കളിയാക്കലായിരുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അപ്പൊ എനിക്ക് ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. അപ്പൊ സോണി പറഞ്ഞ എന്തിനാണ് ആൾക്കാർ അങ്ങനെ പറയും, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു. പതിയെ ഞങ്ങൾ പറഞ്ഞത് പിന്നെ നമുക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി ചെയ്ത് നോക്കാന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തു തുടങ്ങി. അതിന് ചെറിയൊരു ഇത് കണ്ടു തുടങ്ങി. അങ്ങനെയാണ്. പിന്നെ ആദ്യം ഫുഡ് ചാനലായിരുന്നു, പിന്നെ സോണിയുടെ ഇങ്ങനെ സോണിയുടെ ജോലി സ്ഥലത്ത് അങ്ങനെയൊക്കെ അതിന് റീച്ചും ഇത് വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ട് ഓരോരുത്തരുടെ സൗണ്ടിൽ തന്നെ ഇങ്ങനെ സൗണ്ട് ചെയ്യണത്. അപ്പൊ ഞാൻ പറഞ്ഞു സോണി ഒന്ന് ഇത് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ആദ്യമേനെ അപ്പൊ എല്ലാവരും നല്ലോണം ഇതിൽ തന്നെ കാണാൻ തുടങ്ങിട്ടാ. അപ്പൊ ഞങ്ങൾക്കൊരു പ്രതീക്ഷ വന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ട് എന്നുള്ളത്. ഞങ്ങളുടെ ബന്ധുക്കാരൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ ഒരുപാട് കോമഡി വീഡിയോയിലൊക്കെ ഹെൽപ്പ് ചെയ്തില്ല മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ നോക്കി തന്നെ അങ്ങനെയൊക്കെ കണ്ട്, അതായത് ഒരു രാത്രി ഒരു ഫുള്ളും കുത്തിയിരുന്ന് തന്നെയാണ് വന്നിരുന്ന് ചെയ്തതാണ്. ഞങ്ങൾ ആ സമയത്ത് കിടന്ന് ഉറക്കുമായിരുന്നു. നിങ്ങള് തന്ന സപ്പോർട്ടാണ് ഞങ്ങളെ ഒന്നിലേലും 0-ൽ നിന്ന് ഇത്രയും വരെയെങ്കിലും ഒന്ന് ആയി കിട്ടിയതിന് നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് നിങ്ങളെ എന്തുമാത്രം നിങ്ങളോട് നന്ദി പറഞ്ഞാലും മതിയായില്ല. തുടർന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ
നിങ്ങൾക്ക് ചോദിക്കണ്ട ലൈവില് നിങ്ങൾക്ക് പേയ്മെന്റ് ചോദിക്കുന്നുണ്ട്. ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് പേയ്മെന്റ് കിട്ടിയ പേയ്മെന്റ് ഈ പറഞ്ഞ വലിയ എമൗണ്ട് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ചെറിയ എമൗണ്ട് കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പം കിട്ടിയേക്കണത് തന്നെ അത് കിട്ടി കുറെ നാളുകൾക്ക് ശേഷമാണ് അടുത്തത് കിട്ടിയേക്കണത്. പിന്നെ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കൊക്കെ പോണതിനിടയിൽ കൂടെയൊക്കെയാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതിൽ നമ്മുടെ സാഹചര്യം അങ്ങനത്തെയാണ് വെച്ചാല് തന്നെ ഓർക്കാറുണ്ട് കേട്ടാ. ഇതിനേക്കാൾ ഇതായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ട് അവരുടെ പെട്ടെന്ന് കേറുന്നുണ്ട്. ചോദിക്കാറുണ്ട്. അതെ, പക്ഷെ എന്താണേലും ഏത് കഷ്ടപ്പാടിനും അതിനൊരു പുറയില് നമുക്കൊരു വിജയം ഉണ്ടാവുന്നല്ലോ. അപ്പൊ അതിന്റെ മുന്നോടിയാണ് പറയണ പോലെ മാസാമാസം ഒന്നും കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ആൾക്കാർ ഓർക്കും മാസാമാസം കിട്ടണമെന്ന്. മാസാമാസം കിട്ടണമെങ്കിൽ അതെ, മാസാമാസം കിട്ടണമെങ്കിൽ നിങ്ങനെ ഇതാക്കി തന്നെ ഞങ്ങൾക്ക്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. വേറെ ഒന്നല്ല ഞങ്ങൾ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയും പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയാ, അവർക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ ആവട്ടെ എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഉള്ളവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കല്ലേ. എല്ലാവർക്കും ചെയ്യൂ. ഞങ്ങൾക്കും ഞങ്ങൾ ഇതിലുള്ള ആൾക്കാർ തന്നെയാണ്, പണക്കാരൊന്നും അല്ല. പിന്നെ കൂടുതൽ പാവപ്പെട്ടവരായില്ല, കൂടുതൽ പണക്കാരും ആയില്ല. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞ കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കണത് ഈ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും പറഞ്ഞ. അപ്പോ മറ്റുള്ളവർക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ ഒരു ഇതാണെങ്കിൽ ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുള്ള പറയൂ. നിങ്ങൾ സന്തോഷമുണ്ടോ? എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. വെച്ചാല് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഇതാണ്, വിജയമാണ് ഇപ്പൊ ഈ ഞങ്ങളിപ്പോ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കണായിരുന്നു. ഇതില് ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ കൂടെ വിളിക്കണം, കൂട്ടുകാരാരെയാണെങ്കിൽ വിളിക്കണം, അവരുടെ സൗകര്യം നോക്കണം. അങ്ങനെ പോയിക്കൊണ്ടെന്ന് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ പിള്ളേരാണ്, എനിക്ക് പോകാൻ പറ്റില്ല, പിള്ളേർക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ബഡ്ജറ്റ് എന്ന് വെച്ചാല് കിട്ടുന്നില്ല. കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ കൊടുക്കട്ടെ നമ്മൾ ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവ് കുറച്ച് മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷേ അപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട്സിനെ കൊണ്ട് പോകുമ്പോ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. അത് മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കഴിയുമ്പോഴേക്കും തിരിച്ചു പോകാൻ. അപ്പൊ നമ്മ ഇല്ലാത്ത പൈസ തപ്പിപ്പെറുക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രാവലിന് പോണത് തന്നെ, ഉണ്ടായിട്ട് പോണതല്ല. ഇതിൽ ഇടണമല്ലോ. അപ്പൊ അങ്ങനെ സോണിക്കാണെങ്കിൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അത് കാരണം എനിക്ക് പോകാൻ പറ്റില്ല, പിള്ളേർക്കും പോകാൻ പറ്റില്ല. അപ്പൊ സോണിന്റെ ഫ്രണ്ടിനായിട്ട് അങ്ങനെയാണ് പോണത്. പക്ഷെ അവരുടെ വീട്ടുകാർ ഒരാ ആവശ്യത്തിന് മതി പോരെന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ പറയാൻ പറ്റില്ല. പോകാം എന്ന് വെച്ചാല് സോണിന്റെ ഫോട്ടോ എടുക്കലോ വീഡിയോസ് എടുക്കലോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവൂല. അപ്പൊ അവരുടെ ഫോട്ടോതായ കുറെ കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ എല്ലാം എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ പറയാം സോണി വാ നമുക്ക് പോകാം തിരിച്ചു പോരാന്ന് പറയുമ്പോഴേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാതി വഴിക്ക് എല്ലാം ഇങ്ങോട്ട് പോരും. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ സോണി പറഞ്ഞ വേണ്ട, നമുക്കൊരു കഷ്ണം ഒരു ചപ്പാത്തിയാ, ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചപ്പാത്തിയോ വല്ല എന്താ ജാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മതി, ഉച്ചക്കുള്ളതും മതി എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ അത് മതി. അപ്പൊ സോണി പറഞ്ഞു വേണ്ട, ഏതായാലും അവരെ കൊണ്ടുപോകണ സ്ഥിതിക്ക് നിങ്ങൾ തന്നെ കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ അവര് നിർത്തിയിട്ട് ഇപ്പൊ ഞങ്ങനെ ഇപ്പൊ പോവാൻ തുടങ്ങി ട്രാവലിംഗ്. അപ്പൊ സോണിയന് പറയണ്ട, അവരെ കാണിക്കണം കൂടുതൽ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ കൂടി പോവുകയും ചെയ്യാം, നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കണേല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു സത്യാവസ്ഥ ഞങ്ങൾക്ക് ഇല്ലായ്മ അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും മതി ഞങ്ങൾക്ക് കഴിക്കാണ്ട്, ഒരു ഗ്ലാസ് ചായയിലും ഞങ്ങൾക്ക് അത് മതി, സന്തോഷമായിട്ട് പോയിട്ട് വരാം. ഞങ്ങൾ കൂടുതൽ ഇപ്പൊ ട്രാവലിംഗ് ഉദ്ദേശിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള വീഡിയോസ് ആയിട്ടല്ലേ ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഫാമിലി വ്ലോഗ് പോലെ തന്നെ ഇപ്പൊ സന്തോഷങ്ങളും ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. എന്താണ് ഞങ്ങളോട് വാങ്ങിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബായിട്ട് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കമന്റ് വഴിയായിട്ടാണ് നമ്മുടെ അടുത്ത് ചോദിക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഉണ്ട്, സെയിം ഇത് തന്നെയാണ്. അക്യോസ് കോർണർ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പൊ അതിലൊക്കെ കയറി നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു തരാം. അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. കമന്റിലൂടെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങളോട് പങ്കെടുത്ത് വെക്കണേന് എന്താ കുഴപ്പമില്ല. അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾക്കും അറിയാൻ പറ്റും,
അതെ, നിങ്ങളുടെ ഞങ്ങൾക്കും പഠിക്കാൻ എന്താ പറ്റും. പറയാ, ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഷെയർ ചെയ്ത് അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. വീഡിയോ ഞങ്ങൾ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു സന്തോഷം സന്തോഷം വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഇത്രയും ആരും, അതായത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടാതെ വരുന്നൊരു സംഭവമാണ് ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വരുമാനം കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഞങ്ങളുടെ സന്തോഷം എന്തായിരിക്കും എന്നുള്ളത്. ലോട്ടറി അടിച്ച സന്തോഷം ഞങ്ങൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഞങ്ങൾക്ക് റിംഗ് ലൈറ്റ് ഒന്നും അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഇതിൽ ഞങ്ങള് വീഡിയോ ചെയ്യാം എന്നൊക്കെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഒരു മൈക്ക് ഉണ്ടായിരുന്നില്ല. മൈക്കിന്റെ കാര്യം പറയണ്ട, 2-3 മൈക്ക് ഇങ്ങനെ വാങ്ങിച്ച് പക്ഷെ മൈക്കിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ഒരു പിടിപാടൊന്നും ഇല്ല കേട്ടാ. അപ്പൊ അത് കാരണം മൈക്ക് 2-3 പ്രാവശ്യം 2-3 മൈക്ക് ഇങ്ങനെ മാറ്റി എന്താ വെച്ചാല് ഞങ്ങളുടെ സൗണ്ടേക്കാളും കൂടുതലും കയറുന്നത് പുറത്തത്തെ സൗണ്ടാണ് കയറുന്നത്. പാട്ട് ഉണ്ടെങ്കിൽ പാട്ട്, കാക്കൾ സൗണ്ട്, അങ്ങനത്തെ സൗണ്ട് എല്ലാം കയറുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീഡിയോസിന്റെ ഞങ്ങളുടെ സൗണ്ട് ആയിട്ടുള്ള ഒന്നും അതിൽ കയറിയില്ല സത്യം പറഞ്ഞാല്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ ഞങ്ങൾ ഒരു മൈക്ക് വാങ്ങിച്ചായിരുന്നു. അതിന്റെ ഇത് ഞങ്ങൾ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ, അതായത് ഫാമിലി വ്ലോഗ് ആണെങ്കിലും ഞങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങള്, ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഞങ്ങള് ലൈവിലേക്ക് വരുമ്പോ ലൈവിലേക്ക് വരിക. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ഇപ്പൊ നിങ്ങൾ നിക്കണില്ല കേട്ടാ. അതെ, വരിക സത്യം പറയാനില്ല. ഇപ്പൊ ഞങ്ങളായിട്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യണില്ല. ഇപ്പൊ ഞങ്ങളുടെ ഷോർട്ട് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഞങ്ങൾക്കിപ്പോ ഷോർട്ട് കുറവാണ്. നേരത്തെ അത്രോളൊന്നും ഇല്ല സത്യം പറഞ്ഞ. അപ്പൊ അങ്ങ് അതേപോലെ ഇപ്പൊ ലൈവ് ഇരിക്കാണ്ട്. അപ്പൊ ആ കൂട്ടത്തില് ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും അതിലൊന്ന് വാ കേട്ടാ. അപ്പൊ ഞങ്ങൾ എന്താണെന്നുള്ളതും ഇപ്പൊ ഞങ്ങൾ പറയണത് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പേരെന്താണെന്നും ഞങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ലൈവിൽ വന്നാൽ അറിയാൻ പറ്റുള്ളൂ. വരുമ്പോ കൂടുതലായിട്ട് നമുക്ക് എല്ലാരെയും പരിചയപ്പെടാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ കമന്റിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്ക് പേജിലേക്ക് വന്നിട്ട് കമന്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വീഡിയോനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയുക. അതെ, അപ്പൊ നല്ലതാണെങ്കിൽ നല്ലത് പറയണം. ഞങ്ങളുടെ പോരായ്മയിലൊക്കെ ഉണ്ടെങ്കിൽ അതും പറയണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇതുവരെ പറയുന്നില്ല. ഞങ്ങളുടെ പോരായ്മ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമല്ല ഞങ്ങൾക്ക് അതിൽ നിന്നുള്ളത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പൊ പറ്റുന്നത് മാക്സിമം ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ കേട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെപ്പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കലാകാരന്മാരെ വളർത്തുക, ഒന്ന് ടച്ച് ചെയ്തിട്ടേക്കുക. ഞങ്ങളൊന്ന് മാറ്റി നിർത്തരുത്. വാഴ നനയുമ്പോ ചീര നനയട്ടെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ സൈഡിൽ ഞങ്ങളൊന്ന് പച്ചപിടിച്ച് പോന്നോട്ടെ. അത് തന്നെ, നിങ്ങൾക്ക് ശരിക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.